വ്യത്യാസമായിട്ടൊരു സിനിമയാണ്. അതിലൊപ്പം തന്നെ നല്ല ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് വന്ന ഒരു പടം ചെയ്യുകയാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുത്തുള്ള ഒരു എക്സ്ട്രാ എഫോർട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പടം ഇപ്പോൾ ഒരാവശ്യമായിട്ട് എനിക്കും തോന്നുന്നു. നമ്മൾ ഇപ്പം വയലൻസ് അങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ എന്നോട് തന്നെ പറയാറുണ്ട്, കുറച്ച് പ്രേമിക്കണ പടം അഭിനയിക്കൂ, അങ്ങനെ പടങ്ങൾ വന്നതാണ് നമുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പടം ഇപ്പോൾ വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും, ഒരു സംശയമില്ല. വളരെ നല്ല സിനിമയാണ്. അവർ റോഡ് മറികടത്തിക്കൊണ്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട്. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരോടും വന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം. അത് തന്നെയാണ് നാരായണൻ്റെ മക്കൾ. എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ. ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ്. അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്. ഒരു സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരു സംഘടനയുണ്ട്, പുരുഷന്മാരെ ഒരു മെൻസ് അസോസിയേഷൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനം പ്രോപ്പറായിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു സംഘടന കൃത്യമായിട്ട് ഉണ്ടാവാൻ അതിന് കൃത്യൊരു ഒരു കേസ് വന്നാൽ അതിന് കൃത്യമായ പെണ്ണായാലും ആണായാലും ഒരേപോലെ ആയിരിക്കണം, നീതി ഒരുപോലെ ആയിരിക്കണം. എല്ലാവർക്കും തുല്യ നീതി വേണം. ഞങ്ങളുടെ നാട്ടില് പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല? ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ. ആകാശത്തു നിന്ന് മഴ പെയ്താൽ ഭൂമിയിൽ ഉറവിടത മാറും, മരുഭൂമി ഇല്ലാതാവും. അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ്. അപ്പോൾ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനെനിക്ക് യാതൊരു സങ്കോചവും ഇല്ലാതെ പറയുന്നതിനകത്ത്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു അവകാശമില്ല, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. ആണിനും മാത്രമായിട്ട് അവകാശം എന്നില്ല ഞാൻ പറയുന്നത്, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. അത് ഈ സിനിമ സംസാരിക്കുന്നതിനോട്. നാരായണന്റെ 3 ആൺമക്കൾ, നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണന്റെ 3 ആൺമക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ.